ഇത്തിരി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പായിട്ടുണ്ട്. അപ്പം ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മീഡിയ റൈറ്റ്സിന്റെ കാര്യത്തിലുള്ള ഫുൾ ബ്രേക്ക് ഡൗണും പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ത്യൻ സൂപ്പർ ലീഗ് കാണാൻ ആഗ്രഹിക്കുന്ന ആരാധകർക്ക് സന്തോഷമുള്ള വാർത്തയാണല്ലോ. അതിനുള്ള മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രപ്പോസൽ പുറത്തേക്ക് വിടുന്ന ഡേറ്റ് 18-ാം തീയതി ആയിരിക്കും. ജാനുവരി 23-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടാനുള്ള അവസാനത്തെ തീയതി. ജനുവരി 27-ാം തീയതി പ്രീ ബിഡിംഗ് കോൺഫറൻസ് നടക്കും. ഫെബ്രുവരി 1-ാം തീയതി ആയിരിക്കും നമ്മളുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിനുള്ള അവസാന ബിഡ് സമർപ്പിക്കുവാനുള്ള തീയതി. ഫെബ്രുവരി 2-ാം തീയതി ബിഡുകൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ ഈ ബിഡിന് പങ്കെടുക്കേണ്ട ആളുകളുടെ ക്രൈറ്റീരിയ, മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അവരുടെ നെറ്റ് വർത്ത് 10 കോടി രൂപയായിരിക്കണം എന്നൊരു മാനദണ്ഡം കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മീഡിയ റൈറ്റ്സിനുള്ള ബ്രേക്ക് ഡൗൺ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തേത് പ്രപ്പോസല് 18-ാം തീയതി വരുന്നുണ്ട്. 23-ാം തീയതി ആയിരിക്കും ക്ലിയറൻസസ് ആവശ്യപ്പെടേണ്ട, ക്ലാരിഫിക്കേഷൻ സീക്കേണ്ട അവസാനത്തെ തീയതി. 27-ാം തീയതി ആയിരിക്കും പ്രീ ബിഡിംഗ് കോൺഫറൻസ് നടക്കുക. ഫെബ്രുവരി 1-ാം തീയതി ആയിരിക്കും ബിഡ് സമർപ്പിക്കേണ്ട അവസാന തീയതി. ഫെബ്രുവരി 2-ാം തീയതി ബിഡുകൾ ഓപ്പൺ ചെയ്യും. ഈ ബിഡ് സമർപ്പിക്കുന്നതിന് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോഡ്കാസ്റ്റേഴ്സിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നെറ്റ് വർത്ത് കുറഞ്ഞത് 10 കോടി രൂപ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.